സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഇന്നും നാളെയെല്ലാം കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ചെർപ്പളശ്ശേരി നഗരസഭയിലെ കരുമാനാംകുരിശി അന്തിമാളൻ കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. നോക്കൂ, ഞാൻ നിൽക്കുന്ന ഈ വീടിന് ഈ ഒരു സൈഡ് ഭാഗം മുകളിൽ നിന്നുള്ള മണ്ണ് കുറച്ചധികം മണ്ണ് താഴത്തോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. തൊട്ട് മുകളിൽ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ സൈഡ് ഭാഗത്തുള്ള മണ്ണാണ് താഴത്തോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കുറച്ച് ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് പേടിയും ഭീതിയും തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു അന്തരീക്ഷത്തിലേക്കാണ് ഈ കാലാവസ്ഥ, ഈ മണ്ണിടിച്ചിൽ നമുക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നഗരസഭ ചെയർപേഴ്സൺ അതുപോലെ തന്നെ കൗൺസിലർമാർ എല്ലാവരും എത്തിയിരിക്കുന്നു. വീടിൻ്റെ ഒരു സൈഡ് ഭാഗം പൂർണ്ണമായും പ്രേക്ഷകർ കണ്ടതാണ്. ഈ വീട്ടിലുള്ളവർ ഇവിടെ നമുക്കൊപ്പം ഉണ്ട്. ഇതവിടെ ചെയർപേഴ്സൺ നമുക്കൊപ്പം ചേരും. നമുക്കറിയാം കാലാവസ്ഥ വലിയ ശക്തമായ മഴ തുടരുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന സൈഡ് ഭാഗം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പകുതി മുക്കാൽ ഭാഗം ഇടിഞ്ഞു വീണിരിക്കുന്നു. ചെയർപേഴ്സൺ എന്താ നേരത്തെ അറിഞ്ഞിരുന്നോ? അമ്മമാർ വിളിച്ചായിരുന്നു രാവിലെ. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രാവിലെ, അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നതാണ്. വളരെ അപകട ഭീഷണിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വളരെ ഉയരത്തിലുള്ളൊരു തിട്ടാണ്, മതിലാണ്. പക്ഷെ മുകളിലുള്ള വീടിൻ്റെ ആ ഒരു അതിർത്തിയിലാണ് മതിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതോടുക്കനെ വരുമോ എന്നുള്ളൊരു പേടിയാണ്. ഇനിയും മഴ തുടർന്ന് നിന്നാൽ വളരെയധികം ഡേഞ്ചറാണ് സംഭവം. ഇത് എംആറിന്റെ വാർഡും കൂടിയാണ്. സ്ഥിരമായിട്ടുള്ള ആളുകൾ എല്ലാം അറിയുന്ന ആളുകൾ. ഇത് ശരിക്കും എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ടോ, സംഭവിക്കാറുണ്ടോ? ഇല്ല, കഴിഞ്ഞ വർഷം ഇവിടെ ഏകദേശം ഈ മതിൽ നിന്നാണ്. ഇത് കഴിഞ്ഞ വർഷത്തിൽ ഇങ്ങനെ ഇടിഞ്ഞു വീണപ്പോൾ നമ്മൾ വീടില്ലാത്തതുകൊണ്ട് അത്ര വലിയ അപകടാവസ്ഥയില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കഴിഞ്ഞ മഴയത്ത് അതിൻ്റെ ഒരു ലേശം ഇടിഞ്ഞു വീണത്. അപ്പം അതിനെ ഇവരെ കൊണ്ട് കാണിച്ച ഒരു വലിയൊരു അപകടാവസ്ഥ ഉണ്ടെന്ന് പറയണ്ടായി. ചെയർപേഴ്സണോട് അത് സൂചിപ്പിച്ചു. അപ്പോൾ അന്ന് അത്ര വലിയ അപകടാവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ഒരു വിളിച്ച് സങ്കടപ്പെട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ബേജാറായിട്ട് വേഗം എന്തെങ്കിലും മേടിക്കണം നമുക്ക് ഓടാച്ചിട്ട് വില്ലേജ് ഓഫീസറോടും അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വന്ന് നോക്കിയെന്ന് പറഞ്ഞു. പിന്നെയാണ് പെട്ടെന്ന് ചെയർപേഴ്സണെ വിളിച്ചപ്പോൾ ചെയർപേഴ്സൺ മിനിസ്റ്റർ പ്രോഗ്രാമിനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ മിനിസ്റ്ററെ ഒന്ന് കണ്ടിട്ട് എങ്ങനെയും മിനിസ്റ്ററെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും വെച്ചിട്ട് പോയതാണ്. അന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു അപകടാവസ്ഥ മനസ്സിലായി. കാരണം അത് ഒരു SC മന്ത്രിയോട് ഈ കാര്യം പറഞ്ഞിരുന്നു. മന്ത്രിയോട് സൂചിപ്പിച്ചു. ഞങ്ങൾ വകുപ്പ് മന്ത്രിയും കൂടി ആയതുകൊണ്ട് സൂചിപ്പിച്ചു. മന്ത്രി എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ഒരു പരിപാടിക്ക് വന്നാന്ന് തോന്നുന്നു. വലിയൊരു കുറേ നേരം ഞാൻ ഏകദേശം 10 മണിക്ക് പോയി നിന്നിട്ട് അപ്പോൾ ഏകദേശം 12 വരെ ഞാൻ അവിടെ നിന്നു വെയിറ്റ് ചെയ്ത് എങ്ങനെയും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. കുറേ പറഞ്ഞു. ആദ്യം വരാമെന്നാണ് പറഞ്ഞത്, ലാസ്റ്റ് വരെയും വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവസാനം എന്താ അറിയില്ല, വരില്ല എന്ന് പറഞ്ഞു. അർജൻറ്റ് പരിപാടിക്ക് വന്നിട്ട് പോയി. പക്ഷെ എങ്കിലും സങ്കടം തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഏകദേശം 7-8ഓളം വീടുകൾ SC ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ദൈനംദിനമായിട്ട് എന്നും താമസിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പേടിച്ച് കിടന്നു. അപ്പോൾ ചേച്ചിയടക്കം പറഞ്ഞു രാത്രി കിടന്നുറങ്ങാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് അവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിലാണ് മേലെ വന്ന് വീഴുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് രീതിയിലും നമുക്കിത് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് മൊത്തം ലെവലാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഇവരെ മാറ്റി താമസിപ്പിക്കുക. ഈ സർക്കാർ ഇടപെട്ടാൽ തന്നെയാണ് നമുക്ക് നടക്കുള്ളൂ. മുനിസിപ്പാലിറ്റി കൊണ്ട് പരിമിതികളുണ്ടല്ലോ. പക്ഷേ മുനിസിപ്പാലിറ്റി പരമാവധിയൊക്കെ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ വേണ്ട രീതിയിൽ, അപ്പോൾ അത് സർക്കാരിനെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം ഞങ്ങൾ കാറെടുത്ത് ഓടിയത്. പക്ഷെ അത് നടന്നില്ല. എന്തായാലും സ്വാഭാവികമായിട്ട് ഏത് രീതിയിൽ ഇത് പരിഹരിക്കാൻ പറ്റും? ഇവർക്ക് സമാധാനമായിട്ട് രാത്രി കിടക്കണം എന്നുള്ളതാണ്. ഇവർക്ക് അടിയന്തരമായിട്ടും അവരുടെ ജീവന് ഭീഷണി തരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ തൊട്ട്. അപ്പം നമുക്ക് അവരുടെ മാറ്റി താമസിപ്പിക്കാനാണ് ഒന്നാമതായിട്ട് ആദ്യം ചെയ്യേണ്ടത്. അപ്പം അതിനുള്ള എന്താണ് സംവിധാനം വെച്ചാൽ അത് നോക്കണം. ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട്. അമ്മ എപ്പോഴായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു? രാത്രി പേടിയായി ഉറങ്ങിയിട്ടില്ല. ഒരു കാലടി വെച്ചതിന് വേറെ അവിടെ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു കാല് വെച്ചതിന് പറ്റും. മറ്റു താഴെച്ചാണ് ബാത്റൂമിലേക്ക് അടിയെ പോകണം, എല്ലാത്തിനും അടിയെ പോകണം. അത് നടക്കാൻ പറ്റില്ല. അവിടെ ഇടിഞ്ഞു. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മ മരിച്ചു. അമ്മ പറഞ്ഞു ഇങ്ങനെ നല്ല സ്ഥലത്ത് കിടന്നിട്ട് മരിച്ചു എന്ന് രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അവരെ ആൾക്കാരെ കൊണ്ട് ജീവിച്ചു വന്നത് അങ്ങനെ. ഇപ്പം ചോറിന് വീട് ആ സിമെൻ്റ് ഇങ്ങനെ ചാടിയിട്ട് ഞാൻ തന്നെയുള്ളൂ. അങ്ങനെ വല്ലതും ബക്കരടിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞു. അത്ര ബുദ്ധിമുട്ടിലാണ്. ഇവരൊക്കെ സഹായത്തോടെ ജീവിച്ചു പോകും. എന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ട് രാജേഷിൻ്റെ പോകാൻ തരും. തിരിച്ചോ ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ കൊണ്ടുപോയി കൊടുക്കല്ല. ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല ജീവിക്കുന്നു. സാറുമാരെ ചെറിയ തമ്മിൽ ഇനി ജീവൻ കളിയല്ല, ഒരു രക്ഷയില്ല. വിളിക്കുമ്പോൾ കൂടെ ഇല്ലേ? പിന്നെന്തിനാ നമുക്ക് അറിയണം? എല്ലാവരും ഉണ്ട്. നമ്മുടെ രാജേഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഓടി വരുന്ന ആളുകളുണ്ട്. അങ്ങനെ അമ്മയ്ക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അവർ സഹായിക്കില്ല തോന്നുന്നുണ്ടോ? അമ്മ സഹായിക്കും. അന്നയ്ക്ക് നടക്കാൻ നയിക്കുന്ന കാലം മാർഗശ്വാട്ടോ ഇപ്പം ഞാനുണ്ട്. രാജേഷിൻ്റെ കൂടെ ഉണ്ട്. നടക്കാൻ നയിക്കുന്ന കാലം വരയ്ക്കും സാർ.
അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെന്താ അറിയില്ലേ, നമുക്ക് ഇവിടെ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നുമല്ല. ഇത് സാധാരണപ്പെട്ടവരിലും സാധാരണപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന പ്രദേശമാണ് ഈ കരുവാനകുറിശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രദേശത്ത് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അന്നന്ന് പണിക്ക് പോയാൽ അന്നന്ന് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രയാസം കൂടിയുള്ള പ്രദേശമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ അവരുടെ സാമ്പത്തികമായിട്ട് കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ മുകളിലുള്ള അത്തരത്തിലുള്ള മറ്റേ എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളെ കഴിച്ചിലാക്കാൻ പറ്റുമെന്ന് നോക്കണത്. എന്തുണ്ടായാലും വേണ്ട, നമ്മൾ ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും എന്നുള്ളത് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാനുള്ളൊരു പരിശ്രമത്തിലാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് രാവിലെ കൂടി ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ചെയർപേഴ്സൺ നമ്മളോട് രാവിലെ തന്നെ പറഞ്ഞു ഞാൻ എന്തായാലും ഓടി വരാമെന്ന് പറഞ്ഞിട്ട് ചെയർപേഴ്സൺ കൂടെ വരിക ചെയ്തു. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് കാരണം എന്താ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ ചെയർപേഴ്സൺ അവരോട് പറഞ്ഞിട്ട് മാറി താമസിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വലിയൊരു അപകടാവസ്ഥ. ഒരു 2-3 മഴയും കൂടി പെയ്താൽ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് പോരുന്നൊരു രീതിയിൽ നിൽക്കണം. അപ്പോൾ ഇനി അപകടം സംഭവിച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് മുകളിലേക്ക് കയറി അതിലും വലിയ അപകടാവസ്ഥയാണ്. ഈ മരങ്ങൾ നിൽക്കുന്ന നോക്കി നിങ്ങൾ എനിക്ക് തോന്നുന്നത് 4 നില ബിൽഡിങ്ങിൻ്റെ വലുപ്പത്തിലാണ് മരങ്ങൾ നിൽക്കുന്നത്. ആ മരങ്ങളൊക്കെ ഇങ്ങോട്ട് താഴത്തേക്ക് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ് നമുക്ക് നേരിടുന്നത്. പിന്നെ കൊച്ചു കുട്ടികളാണ്, അതിൻ്റെ ഒക്കെ ഒരു വലിയൊരു പ്രയാസം നമുക്കുണ്ട്. രാത്രി ഇന്നലെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർഡിനകത്ത് കുടിവെള്ളമില്ല. അതിൻ്റെ പ്രയാസങ്ങൾ കാരണം രാത്രി ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ തിരുവനന്തപുരം പോയി വന്നതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അത് ദൈനംദിനമായിട്ട് നഗരസഭയുടെയും ഒരുപോലെ ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ വീടിനും പ്രശ്നമാണ്, ആ വീട് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പോന്നിട്ടുള്ളത്. ആ നമ്മുടെ വീട് അതിൻ്റെ സൈഡ് ഒരു അടി പോലും ഇനി അവിടെ സ്ഥലമല്ല, ബാക്കിയൊക്കെ പോന്നിട്ടുണ്ട്. ഇനി ആ വീട് കൊടുക്കാനേ ഇനി മഴ പെയ്താൽ ഇനി പോരാൻ നിൽക്കുന്നത്. അപ്പോൾ പോന്ന ഈ വീടിനും പ്രശ്നമാണ്, അവിടെ ഇരിക്കണ അമ്മക്കും പ്രശ്നമാണ്. അപ്പോൾ രണ്ട് വീട്ടുകാരി ഒരേപോലെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. രണ്ട് വീട്ടുകാരോടും മാറി താമസിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മ കുറച്ച് വൈകാരികമായി സംസാരിക്കുക. ഭക്ഷണം കൊണ്ടാണ്. കാരണം വേറൊരു വരുമാനത്തില്ല. ഈ തൊഴിലുറപ്പിന് ഉണ്ടെങ്കിൽ അതിന് പോകും വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ പെൻഷത്തിന്റെ വരുമാനം തന്നെയുള്ളൂ സാർക്ക്. വേറൊരു വരുമാനത്തില്ല. മാറി താമസിക്കാതെ എന്ത് ചെയ്യണം? മക്കളുടെ കാര്യം തന്നെ നമുക്ക് പറയാനുള്ളൂ. ഈ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ. പിന്നെ ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളല്ലേ, മോളിൽ നിന്ന് ഇവിടെ അടി കഴിഞ്ഞാൽ മോള് നിരങ്ങി രാത്രി ആവേണ്ട പേടി. കുട്ടികൾ പിന്നെ എവിടേക്ക് കൊണ്ട് എന്തായാലും എല്ലാവരും വൈകാരികമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം അത്രയധികം അവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കിയാൽ കണ്ടാലറിയാം. തുടർന്ന് ദിവസങ്ങളിലും കാലാവസ്ഥ കുറച്ചധികം ഭയങ്കര മോശപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരെ മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു ഏർപ്പാടാണ് ചെർപ്പളശ്ശേരി നഗരസഭ ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത്. അവരത് കൃത്യമായി പാലിക്കും. നിങ്ങളത് തൽക്കാലം എന്തായാലും മഴക്കാലം കഴിയുന്ന ഇത്ര ശക്തമായ മഴ കഴിയുമ്പോഴേക്കും ഒന്ന് മാറി താമസിക്കാൻ സഹകരിക്കണം. അല്ലാതെ നിങ്ങളെല്ലാവരും പറയുന്നത് കേൾക്കില്ല സാർ. ഞാൻ പക്ഷെ നല്ല ഭക്ഷണത്തിലാണ്, വേറെ ഒന്നും പറയാനില്ല. അത് ഇവരുടെ സഹായത്തിലാണ് ജീവിക്കുന്നത്. വേറെ ആൾ പത്രപ്പിച്ച് തരാനില്ല. മരുന്ന് മേടിക്കുന്നു. രാജേഷിൻ്റെ ക്ലിനിക്കിൽ പോയിട്ട് ഞാൻ മരുന്ന് വാങ്ങും. പൈസയുടെ കാര്യം ഒന്നേ വരെ ചോദിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോഴാണ് കൊടുക്കല്. കാശില്ലാത്തൊരു ലക്ഷ്മിയത്തി വിഷമിച്ചിരിക്കരുത്. മരുന്ന് എന്താ കണ്ടിട്ട് വാങ്ങിക്കൊണ്ടാ കുട്ടി എന്നും പറയുന്നുണ്ട് എന്നോട്. എന്നാൽ ഈ കാലാവസ്ഥയും നമ്മൾ ഇത്തരം മഴക്കെടുതികളും നമ്മൾ അതിജീവിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചെർപ്പളശ്ശേരി നഗരസഭ അതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കും. ക്യാമറ പേഴ്സൺ ശരത് കുമാറിനൊപ്പം നിഖിൽ രാജ്, പണ്ഡ്യാസ്. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങും.